2009 മുതൽ ഡീപ്പോർട്ടേഷൻ ഉണ്ട്. 2009 734 ഇന്ത്യക്കാരെ കയറ്റി അയച്ചിട്ടുണ്ട്. ഏറ്റവും കഴിഞ്ഞ വർഷം, ഏറ്റവും ഒടുവിലത്തെ വർഷം 1368 പേരെ അമേരിക്ക ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആയിക്കോട്ടെ, ഇത്തവണയോ പുതിയ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ 17,000-ന് മുകളിൽ ഇന്ത്യക്കാരെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡീപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത്രയധികം ആളുകളെ, ശരി, അനധികൃത കുടിയേറ്റക്കാരല്ലേ, നമ്മുടെ പൗരന്മാരാണല്ലോ, അത് രാജ്യം അംഗീകരിക്കുന്നുണ്ട്. അവരെ മാന്യമായി ട്രീറ്റ് ചെയ്യൂ എന്നെന്തുകൊണ്ടാണ് ഈ രാജ്യത്തിന് പറയാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഞങ്ങളുടെ പൗരന്മാരെ മാന്യമായി തിരിച്ചയക്കൂ, മാന്യമായി ഞങ്ങൾ റിസീവ് ചെയ്യാം എന്ന് പറയാൻ പോലും ഇപ്പോഴത്തെ ഫോറിൻ പോളിസി അനുസരിച്ച് ഇന്ത്യക്ക് അമേരിക്കയ്ക്ക് മുമ്പിൽ പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഷിഷാബു പ്രസാദ്? അഭിലാഷേ, അമേരിക്കയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണത്. അവിടുത്തെ ആ ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാണ്. അവിടെ നാസ മുതൽ നാസയിലും പെൻറ്റഗണിലും സർവ്വ മേഖലകളിലും ഇന്ത്യൻസിൻ്റെ ആധിപത്യം തന്നെയുണ്ട്. അതുകൊണ്ട് അവിടെ പക്ഷേ അവരെല്ലാവരും അവിടെ മാനം മര്യാദയ്ക്ക് എല്ലാ നിയമപരിരക്ഷകളോടുകൂടിയും നിയമപരമായ രീതിയിൽ കഴിയുന്നവരാണ്. കുറ്റവാളികളോട് ഒരു രാജ്യം എങ്ങനെ പെരുമാറണം എന്നുള്ളത്, കുറ്റവാളികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഓരോ രാജ്യത്തിൻ്റെയും പ്രൊറഗേറ്റീവാണ്. ഇവിടെ സൗദി അറേബ്യയിൽ എത്ര ഇന്ത്യക്കാരെ തലവെട്ടിക്കൊന്നിട്ടുണ്ട്? അത് ആ രാജ്യത്തെ നിയമമാണ്. ആ രാജ്യത്ത് ഏർപ്പെടുന്നവരെ ഇവർ അനധികൃതമായി അവിടെ കഴിഞ്ഞു എന്നുള്ളത് കുറ്റമാണ്. അനധികൃതമായി കഴിയുന്ന ആളുകളെ എല്ലാ രാജ്യങ്ങളും ഈ തരത്തിലാണോ ശിക്ഷിക്കാറ്? ഗൾഫ് രാജ്യങ്ങളും ഡീപ്പോർട്ട് ചെയ്യാറുണ്ടല്ലോ വിസ കാലാവധി കഴിഞ്ഞിട്ടുള്ള ആളുകളെ. ഇതുപോലെയാണോ? ഇവിടെ നോക്കൂ ഷിഷാബു പ്രസാദ്, നരേന്ദ്രമോദിയും കെമിസ്ട്രി ഉണ്ട് എന്നല്ലേ നരേന്ദ്രമോദി അവകാശപ്പെടുന്നത്? അത് മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദവും അവിടുത്തെ നിയമവാഴ്ചയും തമ്മിൽ ബന്ധമില്ല. മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദം വേറെ, ആ രാജ്യത്തെ നിയമവാഴ്ച വേറെ. അവിടുത്തെ പ്രസിഡന്റ് പോലും അവിടുത്തെ നിയമവാഴ്ചയ്ക്ക് കീഴിലാണുള്ളത്. ഈ പ്രസിഡന്റ് ആയിരുന്ന നമ്മൾ മച്ചാനും അല്ലേ? അതുകൊണ്ട് നിങ്ങൾ അമേരിക്കയിൽ ചെയ്യണം. ഈ രാജ്യത്തിന് പറയാൻ കഴിയില്ല. അമേരിക്കയിൽ പോയിട്ട് അമേരിക്കയിലെ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി, അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടുള്ള ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ചരിത്രത്തിൽ ആദ്യമായി മോദിയും ട്രംപും നല്ല ഇന്ത്യയും അമേരിക്കയും സൗഹൃദ രാജ്യങ്ങളാണ്. മോദിയും ട്രംപും നല്ല ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് മോദി ട്രംപിനോട് പറയുകയാണ്, നമ്മൾ നല്ല സുഹൃത്തുക്കളല്ലേ, അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ നിയമം ഒന്ന് വിട്ടുവീഴ്ച ചെയ്യൂ എന്ന് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിനോട് പറയാൻ കഴിയില്ല. ഇന്ത്യക്ക് അമേരിക്കയോട് പറയാൻ കഴിയില്ല. നമ്മുടെ പൗരന്മാരെ അവരെ കൈകാര്യം ചെയ്യണം. ഞങ്ങളുടെ പൗരന്മാരെ മാന്യമായി കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ കുറ്റവാളികളാണവർ. എന്ത് ഭക്ഷണം കൊടുക്കുക, അവർക്ക് പ്രാഥമിക മതിയായ രേഖകളില്ലാതെ ആ രാജ്യത്ത് തുടർന്ന ആളുകളെ ആ രാജ്യത്തിന് ഡീപ്പോർട്ട് ചെയ്യാമെന്നതിനപ്പുറത്ത് എന്ത് കൊടുക്കുക? അതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്തെ ഇവിടുന്ന് ഈ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് രൂപ എടുത്തു മുടക്കി കണ്ട മാർഗത്തിൽ കൂടെ എല്ലാം അവിടെ ചെന്ന് അവിടെ ആൾക്കാർ അവിടുത്തെ നിയമം അനുസരിച്ച് പിടിച്ച് പുറത്താക്കിയപ്പം നമ്മൾ ഇവിടെ കിടന്ന് പറയുന്നത് ഇവരാണ് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയവർ. ഇങ്ങനെ പോയവരും ഇങ്ങനെ പോകുന്നവരും അവർക്ക് വേറെ ചോദ്യം, അത് വേറെ വിഷയവും. അങ്ങനെ വന്ന ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ച് കഴിയുന്നില്ല. രാജ്യത്ത് ജീവിക്കുന്നവർ, നമ്മുടെ പൗരന്മാർക്ക് ജീവിക്കുന്നവർ, നിങ്ങൾ അനധികൃതമായി അമേരിക്കയിലേക്ക് പോയ നമ്മുടെ പൗരന്മാരെ തിരിച്ചയക്കട്ടെ. പക്ഷേ ആ മനുഷ്യർക്ക് കേവല മനുഷ്യാവകാശം ഉറപ്പാക്കാൻ കഴിയുന്നില്ല ഒരു സർക്കാരിനെങ്കിൽ അത് സർക്കാരിന്റെ പരാജയമാണ്. അതിനപ്പുറത്ത് അവിടെ വേറെ ഒന്നുമില്ല. അതുകൊണ്ടല്ല അത് ആർത്തിയും അത്യാഗ്രഹവുമാണ്. ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും ഗതി പിടിക്കാത്തവരാണോ? ഞാൻ നിങ്ങളൊക്കെ ഗതി കിട്ടാത്തവരാണോ? എല്ലാവർക്കും തുല്യാവസരമുള്ള രാജ്യമല്ലല്ലോ ഇത്. 50 ലക്ഷം രൂപ എടുക്കാനുള്ളവൻ, ആരും അധ്വാനിക്കാൻ അല്ലല്ലോ ഇത്. അങ്ങനെയുള്ള ഇന്ത്യക്കാരെ ഏത് രാജ്യത്തെ എല്ലാവർക്കും തുല്യ വരുമാനമുള്ളത്? ലോകത്തെ ഏത് രാജ്യത്താണ് എല്ലാവർക്കും തുല്യ വരുമാനമുള്ളത്? പറഞ്ഞോട്ടെ. അവിടെ ചെയ്യുന്ന ആളുകൾക്ക് അധ്വാനിക്കാൻ തയ്യാറുള്ളവൻ ഏറ്റവും അടിസ്ഥാനപരമായ മനുഷ്യാവകാശം ഉറപ്പുവരുത്താൻ സർക്കാരിന് കഴിയുന്നില്ല. 1 ലക്ഷം രൂപ അന്തസ്സായി ഇവിടെ ജീവിക്കുന്നവരുണ്ട്. അവരുടെ ആത്മാഭിമാനത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്.
ഇവിടെ അധ്വാനിച്ച് ജീവിക്കുന്ന സാധാരണക്കാരുടെ ആത്മാഭിമാനത്തെയാണ് നിങ്ങൾ ചോദ്യം. എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോയി എന്ന് പറഞ്ഞ് 50 ലക്ഷം രൂപ എടുത്തു കൊടുത്ത് പോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അധ്വാനിച്ച് അന്തസ്സായിട്ട് ജീവിക്കുന്നവരുണ്ട്. എത്ര വർഷത്തെ കടവും വരുത്തി വെച്ച് വിൽക്കാനുള്ളതെല്ലാം വിറ്റ് ഏതെങ്കിലും തരത്തിൽ ജീവിക്കാൻ പോയ ആളുകളാണ്. അവർ തിരികെ വരേണ്ടി വന്നു. അവരെ ഈ രാജ്യം സ്വീകരിക്കുന്നു. അവരോട് മനുഷ്യത്വം കാണിക്കണമെന്ന് ഈ സർക്കാരിന് അമേരിക്കയെ നിർബന്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതാ സർക്കാരിന്റെ പരാജയമായിട്ടല്ലാതെ എങ്ങനെ അതിനെ കാണാൻ കഴിയൂ? ഓരോ രാജ്യവും കുറ്റവാളികളോട് ഏതുവരെയാണ് കുറ്റവാളി എന്നുള്ള ചോദ്യമാണ് ഇവിടെ. ഇവർ കൊലക്കുറ്റം ചെയ്തവരാണോ, രാജ്യദ്രോഹം ചെയ്തവരാണോ, അനധികൃത കുടിയേറ്റവർ നടത്തി അവരെ തിരിച്ചയച്ചോട്ടെ. തിരിച്ചയക്കുന്നവരോട് അടിസ്ഥാന മനുഷ്യാവകാശം കാണിക്കാതിരിക്കുക എന്ന കാര്യം അമേരിക്ക ചെയ്യുമ്പോൾ അമേരിക്ക അങ്ങനെ ചെയ്തോട്ടെ എന്ന് പറയുന്നത് എന്ത് ന്യായമാണുള്ളത്? അതാണ് എന്റെ ചോദ്യം.